ഹൈക്കോടതിയിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം ബോധിപ്പിച്ച ഹർജിയിൽ കുടുംബം ഉറച്ചു നിൽക്കണം, CBI അന്വേഷണം തന്നെ വേണം എന്ന് പറഞ്ഞാൽ കോടതി ഈ കാര്യങ്ങളെല്ലാം പരിശോധിച്ച് ഒരു കംപ്ലീറ്റ് ജസ്റ്റിസ് എന്ന നിലയിൽ നടപ്പാക്കണമെങ്കിൽ ഉടൻ അന്വേഷണം വേണം. ഇത് സാധാരണ ഒരു പറമ്പ് കേസൊന്നുമല്ലല്ലോ നീട്ടിക്കൊണ്ടുപോകാൻ. സർക്കാർ വിചാരിച്ചാൽ അങ്ങനെ നീട്ടാൻ കഴിയില്ല, കോടതി അതിൽ ഇടപെടും. അപ്പൊ CBI അന്വേഷണത്തിന് കുടുംബത്തിന്റെ ആവശ്യം വളരെ ന്യായയുക്തമാണ്. അതിന് സർക്കാർ എതിർത്താൽ സർക്കാർ അതിൽ നിന്ന് പരാജയപ്പെടേണ്ടി വരും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം സർക്കാരിന് CBI അന്വേഷണത്തെ എതിർക്കാൻ മതിയായ കാരണങ്ങൾ ഈ കേസിലില്ല എന്നത് പച്ച പരമാർത്ഥമാണ്. CPM പറയുന്നു ഞങ്ങൾ കുടുംബത്തോടൊപ്പമാണ്. MP ഗോവിന്ദൻ പറയുന്നു. ഒരാഴ്ച കഴിഞ്ഞാണെങ്കിലും മുഖ്യമന്ത്രിയുടെ പ്രതികരണം കുടുംബത്തോടൊപ്പമാണ്. മന്ത്രി വീണ ജോർജും പറയുന്ന കുടുംബത്തോടൊപ്പമാണ്. ഇപ്പോഴാണ് ചുവട് മാറ്റി നമ്മൾ CBI കുടുംബത്തോടൊപ്പമാണെങ്കിൽ കുടുംബത്തിന്റെ ആവശ്യം എന്താണ്? CBI അന്വേഷണം. അതിനോടൊപ്പം നമ്മളില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇത് ഒരു കള്ള് ഷാപ്പിൽ മദ്യവർജന കമ്മിറ്റിയുടെ ബോർഡ് വെക്കുന്ന പോലത്തെ ഒരു സ്ഥിതിയാണ്. ഒരു ഭാഗത്തുനിന്ന് ഇവർ അന്വേഷണം അട്ടിമറിക്കാൻ കേരള പോലീസിനെ കൊണ്ട് തന്നെ അന്വേഷണം നടത്തിപ്പിക്കണം എന്ന് നിർബന്ധം പിടിക്കുക. മറുഭാഗത്ത് കുടുംബം പറയുന്നു ഈ പോലീസിൽ നമുക്ക് വിശ്വാസമില്ല, നമുക്ക് CBI വേണം. അപ്പോൾ അവർക്ക് CBI അന്വേഷണം പാടില്ല. എന്ത് പറഞ്ഞിട്ടാണ് കോടതിയിൽ CBI അന്വേഷണത്തെ എതിർക്കുക? ഒരു കാരണവും ഗവൺമെന്റിന് ഇതിലില്ല. ഗവൺമെന്റ് CBI അന്വേഷണത്തെ കോടതിയിൽ എതിർക്കുന്നുണ്ടെങ്കിൽ, ചിലപ്പോൾ ഡൽഹിയിൽ നിന്ന് വക്കീൽമാരെല്ലാം കൊണ്ടുവന്ന് എതിർക്കുന്നുണ്ടെങ്കിൽ അവരെ ഉക്കത്ത് കനമുള്ളത് കൊണ്ട് മാത്രമാണ് അവർ എതിർക്കുന്നത്. യഥാർത്ഥ പ്രതികളെ പിടിക്കപ്പെടും. CBI വന്നാൽ അത് തടയണം, യഥാർത്ഥ പ്രതികളെ രക്ഷപ്പെടുത്തണം. അതിനുവേണ്ടി തട്ടിമുട്ടിയുള്ള ഒരു അന്വേഷണം കൊണ്ട് ഇത് അവസാനിപ്പിക്കണം എന്ന CPM-ന്റെയും കേരള ഗവൺമെന്റിന്റെയും കേരള പോലീസിന്റെയും ഗൂഢോദ്ദേശം മനസ്സിൽ വെച്ചിട്ടാണ് ഇപ്പോൾ CBI അന്വേഷണത്തെ ഇവർ എതിർക്കുന്നത്. CBI എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരു പ്രൈം ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയാണ്. ഇപ്പോൾ MP ഗോവിന്ദൻ പറയുന്നു CBI കൂട്ടിലടിച്ച തത്ത എന്ന് പണ്ടേതോ കാലത്ത് CBI പറഞ്ഞിട്ടുണ്ട്, സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. സുപ്രീം കോടതി അങ്ങനെ വാക്കാൽ ഏതെങ്കിലും കേസിൽ ഏതെങ്കിലും ഏജൻസിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ നാട്ടിലെ ഫലത്തിലും ബലത്തിലുമുള്ള നിയമമല്ല. നിയമം ഭരണഘടനയുടെ അനുച്ഛേദം 141 അനുസരിച്ച് സുപ്രീം കോടതിയുടെ വിധിയാണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ സോളാർ സെക്സ് സ്കാൻഡൽ സംബന്ധിച്ച് ഒരു കളങ്കതിയായ സ്ത്രീ, 3 കേസിൽ ശിക്ഷിക്കപ്പെട്ട സ്ത്രീ, അവരുടെ പേരിൽ വാറന്റ് നിലവിലുള്ളപ്പോൾ ഒരു വെള്ളക്കടലാസിൽ മുഖ്യമന്ത്രിക്ക് ഒരു പരാതി എഴുതി കൊടുത്തു, ഈ കേസ് CBI അന്വേഷിക്കണം. അതും കേരള ഹൈക്കോടതി CBI അന്വേഷണം തള്ളിയൊരു കേസാണ്. ഞാനന്ന് DGP ആണ്. CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കേരള ഹൈക്കോടതി കൊടുത്തപ്പോൾ കേരള ഹൈക്കോടതി ഈ സ്ത്രീ പറയുന്നത് വിശ്വസിക്കാൻ ഒക്കില്ല എന്ന് പറഞ്ഞ് ജസ്റ്റിസ് കമാൽ പാഷ എന്നൊരു വിധി ഉണ്ടായിരുന്നു. ആ കേസ് ഒരു പോലീസിന്റെ റിപ്പോർട്ട് പോലും വിളിച്ചു വരുത്താതെ നേരെ CBI അന്വേഷണത്തിന് ഉത്തരവിറക്കിയ മുഖ്യമന്ത്രി ഇപ്പോൾ ഈ കേസ് CBI അന്വേഷണം പാടില്ല എന്ന് പറയുന്നതിന് കാരണം എന്താണ്? കാരണം പേരിയ ഇരട്ടക്കൊല കേസ് അന്വേഷണം അട്ടിമറിക്കപ്പെടുന്നു എന്ന് ആരംഭത്തിൽ തന്നെ മനസ്സിലായപ്പോൾ ആ കൊല്ലപ്പെട്ട കുട്ടികളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ഞാനാണ് കേരള ഹൈക്കോടതിയിൽ ഹാജരായത്. അന്ന് കേരള പോലീസും കേരള സർക്കാരും അതിശക്തമായി CBI അന്വേഷണത്തെ എതിർത്തു. എന്താ പറഞ്ഞത്? കേരള പോലീസിന്റെ വീര്യം തകർന്നു പോകും. ഡൽഹിയിൽ നിന്ന് വക്കീൽമാരെ കൊണ്ടുവന്ന് കോടിക്കണക്കിന് രൂപ നികുതിദായരുടെ പണം കൊള്ളയടിച്ചിവിടെ. അത്ര വാശിയിൽ നടത്തി സിംഗിൾ ജഡ്ജിന്റെ അടുത്ത്, ഡിവിഷൻ ബെഞ്ചിൽ, സുപ്രീം കോടതിയിൽ വരെ. അപ്പൊ പാർട്ടിയുടെ ഉന്നതന്മാർ പ്രതിയായി വരാനിടയുള്ള കേസ് പാർട്ടി ഭരിക്കുന്ന സ്റ്റേറ്റിൽ പാർട്ടിയുടെ പോലീസ് തന്നെ അന്വേഷണം നടത്തണം എന്ന് പറയുന്നത് യഥാർത്ഥ പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി മാത്രമാണ്. കാരണം CBI വന്നാലുണ്ടാകുന്നൊരു വ്യത്യാസം നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. പോസ്റ്റ്മോർട്ടം ഒക്കെ കഴിഞ്ഞു. CBIക്ക് ആരെയും ചോദ്യം ചെയ്യാനുള്ള അവകാശമുണ്ട്. നമ്മുടെ കേരളത്തിലെ ഇപ്പോൾ നടത്തുന്ന അന്വേഷണം ഒരു CI ആണ്. CI കളക്ടറെ ചോദ്യം ചെയ്യാൻ പറ്റുമോ? കളക്ടറെ കാണുമ്പോൾ സല്യൂട്ട് അടിക്കുന്ന ഒരു CI കളക്ടർ മൊഴി അങ്ങനെ റെക്കോർഡാക്കും. എന്നാൽ ഈ
സംഭവത്തിന്റെ എല്ലാ ആഴവും അറിയുന്ന, അതിന്റെ മുഴുവൻ കഥകൾ പറയുന്ന കലക്ടറെ മണിക്കൂറുകൾ ചോദ്യം ചെയ്യാൻ CBIക്ക് സാധിക്കും. അപ്പൊ ഒരു ഭീതിയോ പ്രീതിയോ ഇല്ലാതെ കേസ് അന്വേഷണം നടത്താൻ സാധിക്കുന്ന ഒരു ഏജൻസി എന്ന നിലയിലാണ് CBIയിൽ നമ്മൾ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത്. കലക്ടർ കൂറുമാറിയില്ലേ ഈ കേസിൽ? ഒരു IAS കാരനായ കലക്ടർ നാളെ ഇപ്പോൾ അവിടെ പ്രതിപക്ഷം കോൺഗ്രസ് പാർട്ടി വലിയ പ്രക്ഷോഭം ആരംഭിച്ചിരിക്കുകയാണ്. കലക്ടർ മാറ്റണം. കലക്ടർ എന്ന് പറയുന്നത് ഒരു ജില്ലാ മജിസ്ട്രേറ്റ് ആണ്. അദ്ദേഹമാണ് ഈ മരണപ്പെട്ട നവീൻ ബാബുവിനെ എതിരെ ദുസ്സൂചനകൾ നൽകിയ മൊഴി കൊടുത്തത് കലക്ടറാണ്. അപ്പൊ ഈ അന്വേഷണത്തെ അട്ടിമറിക്കാൻ വലിയൊരു ശക്തി ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നതിന്റെ ഏറ്റവും നല്ല തെളിവാണ് കലക്ടറുടെ ചുവടുമാറ്റം. ഇത് അന്വേഷണത്തിൽ ഇത്രയും കൂടുതൽ സ്വാധീനമുള്ള കലക്ടറെ മാറ്റാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേസ് അന്വേഷണത്തിൽ ഇവർ കാണിക്കുന്ന സാക്ഷികൾ ആരാണ്, അത് വിചാരണയിലെത്തിയാൽ അതിന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നമുക്കൊന്ന് ഊഹിക്കാൻ പറ്റുന്നത് മാത്രമാണ്. ഏതെല്ലാം കേസുകൾക്കാണ് CBI അന്വേഷണം എന്നത് സംബന്ധിച്ച് സുപ്രീം കോടതിയുടെ സുപ്രസിദ്ധമായ ഭരണഘടനാ ബെഞ്ചിന്റെ 2010 ഒരു വിധിയുണ്ട്. 5 അംഗ ജഡ്ജിമാരുടെ വിധിയാണ്. അത് പശ്ചിമ ബംഗാളിലെ 11 പേരെ കൂട്ടക്കൊല ചെയ്തു. അതിലെ പ്രതിസ്ഥാനത്തെല്ലാം ഉണ്ടായിരുന്നത് മാർക്സിസ്റ്റുകാരാണ്. ആ പ്രതിസ്ഥാനത്ത് FIRൽ പേര് പറഞ്ഞ ആ പ്രതികളെ പോലും അറസ്റ്റ് ചെയ്യുകയോ ചോദ്യം ചെയ്യുന്നതിൽ 2 പേരെ മാത്രം അറസ്റ്റ് ചെയ്തത്. പോലീസിന്റെ ഭാഗത്ത് പറ്റിയ കുറ്റകരമായ അനാസ്ഥയെ തുടർന്നാണ് അവിടുത്തെ ഒരു NGO ഡെമോക്രാറ്റിക് റൈറ്റ്സ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ഒരു സംഘടന കൽക്കട്ട ഹൈക്കോടതിയിൽ റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്ത് CBI അന്വേഷണത്തിന് ഉത്തരവിറക്കിയത്. അത് ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയിൽ വെസ്റ്റ് ബംഗാൾ ഗവൺമെന്റ് ഒരു സ്പെഷ്യൽ അപ്പീൽ ഫയൽ ചെയ്തു. അപ്പൊ ആ കേസിലെ CPMന്റെയും അന്നത്തെ വെസ്റ്റ് ബംഗാൾ ഗവൺമെന്റിന്റെ വാദം, ഒരു സ്റ്റേറ്റിൽ നടന്ന കുറ്റകൃത്യം മറ്റൊരു സ്റ്റേറ്റിലെ പോലീസ് അന്വേഷിക്കുന്നു. CBI മറ്റൊരു സ്റ്റേറ്റിൽ ഒരു ഏജൻസിയാണ്. അപ്പൊ അങ്ങനെ അന്വേഷിക്കാൻ പാടില്ല. ക്രൈം ഡിറ്റക്ഷൻ പോലീസ് എന്നതെല്ലാം സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ചുമതലയിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞ് ആരാണ് ഹാജരായത്? KK വേണുഗോപാൽ, വെസ്റ്റ് ബംഗാൾ ഗവൺമെന്റിന് വേണ്ടി. അപ്പൊ സുപ്രീം കോടതി അതിലുള്ള മൊത്തം വിഷയങ്ങളെ സംബന്ധിച്ച് സമഗ്രമായ ഒരു വിശകലനം ചെയ്തിട്ട് ഭരണഘടനാ ബെഞ്ച് ഒരു വിധി പ്രസ്താവിച്ചു. ആ വിധിയിൽ പറഞ്ഞത് ചില ഗൈഡ് ലൈൻസ് പുറപ്പെടുവിച്ചു. ഏതെല്ലാം കേസ് വെറുതെ ചോദിക്കുമ്പോഴത്തേക്ക് CBI അന്വേഷണം ഉത്തരവിടാൻ പാടില്ല. അതിലൊന്ന് പറഞ്ഞത് അന്തർ സംസ്ഥാന ബന്ധങ്ങളുള്ള ഒരു കേസ് ആണെങ്കിൽ അത് CBI അന്വേഷിക്കണം. അതും അത്യപൂർവമായിരിക്കണം. ആദ്യം പറഞ്ഞിട്ടുണ്ട് റെയറസ്റ്റ് ഓഫ് റെയർ, വളരെ എക്സെപ്ഷണൽ കേസുകൾക്ക് മാത്രമേ, അല്ലെങ്കിൽ സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് CBIക്ക് there will be floodgates of litigations, അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. മൂന്നാമത് പറഞ്ഞതുമായ ഗൈഡ് ലൈൻസ് ഈ നവീൻ ബാബുവിന്റെ കേസിന് സ്ക്വയർലി അപ്ലിക്കബിൾ ആണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതായത് കൽക്കട്ട ഹൈക്കോടതി തന്നെ ആ കേസിൽ പറഞ്ഞിരുന്നു, അന്വേഷണം സത്യസന്ധമാണ് എങ്കിൽ പോലും അത് ഇരയുടെ മനസ്സിൽ വിശ്വാസമുണ്ടാക്കത്തക്ക രീതിയിലുള്ള അന്വേഷണം അല്ലെങ്കിൽ CBI അന്വേഷണമാവാം. ആ വിധി ശരിവെച്ചുകൊണ്ടാണ് സുപ്രീം കോടതി പറഞ്ഞത് അന്വേഷണത്തിൽ ഒരു ക്രെഡിബിലിറ്റി ആൻഡ് കോൺഫിഡൻസ് ഇൻ ദ മൈൻഡ് ഓഫ് വിക്ടിംസ് ഇല്ല എങ്കിൽ, ഈ അന്വേഷണം കൊണ്ട് ഇരയുടെ മനസ്സിൽ ഈ അന്വേഷണത്തെ സംബന്ധിച്ച് ഒരു വിശ്വാസ്യത സൃഷ്ടിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അത് CBIക്ക് വേണ്ട കേസാണ്. പിന്നെ പറഞ്ഞു സാധാരണ ഒരു ബിസിനസ് തർക്കം, ചീറ്റിംഗ്, അതൊന്നുമല്ല. ഭരണഘടന ഉറപ്പ് നൽകിയിരിക്കുന്ന ജീവിക്കാനുള്ള അവകാശം, ഫണ്ടമെന്റൽ റൈറ്റ്സ് സംബന്ധിക്കുന്ന വയലേഷൻ സംബന്ധിക്കുന്ന ഒരു കുറ്റകൃത്യമാണെങ്കിൽ അത് കേരള സ്റ്റേറ്റ് പോലീസിന്റെ അന്വേഷണത്തിൽ ഗുരുതരമായ വീഴ്ച സംഭവിച്ചതാണെങ്കിൽ ആ കേസ് CBI അന്വേഷിക്കണം. ഇപ്പൊ ഈ 2 ഗൈഡ് ലൈൻസ് ഈ നവീൻ ബാബുവിന്റെ കേസ് CBI അന്വേഷണത്തിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. ഒന്ന്, ഇതൊരു റെയറസ്റ്റ് ഓഫ് റെയർ ആണ്. നമ്മുടെ അറിവിൽ നമ്മുടെ രാജ്യത്ത് ഏതെങ്കിലും ഒരു അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ്, ഒരു ജില്ലാ ഭരണാധികാരി നമ്പർ 2 ആയിരിക്കുന്ന ഒരാൾ, ഒരു IAS ഉദ്യോഗസ്ഥൻ ഇതുപോലൊരു സാഹചര്യത്തിൽ ആത്മഹത്യ ചെയ്തത് എൻ്റെ പരിമിതമായ അറിവിൽ വളരെ കുറവാണ്. എൻ്റെ അറിവിലില്ല.
അപ്പൊ അതൊരു അത്യപൂർവമായ ഒരു മരണമാണ്, ഒരു ക്രൈമാണ്. അതും ഒരു ജില്ലാ പഞ്ചായത്ത് ഭരണാധികാരി ക്ഷണിക്കാതെ ഒരു സദസ്സിൽ കയറി വളരെ എല്ലാവിധ മര്യാദകളും ലംഘിച്ച് ഒരു പ്രൈവറ്റ് പാർട്ടി നടത്തുന്ന ഒരു യാത്രയപ്പ് സമ്മേളനത്തിൽ, മാത്രമല്ല അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു അന്ന്. കാരണം അദ്ദേഹത്തിന്റെ സർവീസിലെ റിട്ടയർ ചെയ്യാനുള്ള അവസരം, സ്വന്തം നാട്ടിലെ ജനങ്ങളെ സേവിക്കാൻ, അതൊരു ഉദ്യോഗസ്ഥന് കിട്ടുന്ന അത്യപൂർവമായ ഒരു അവസരമാണ്. അപ്പൊ ആ ഒരു മരണം എന്ന് പറയുന്നത് തികച്ചും ഒരു അസാധാരണമായ മരണം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഭരണഘടനാ ബെഞ്ച് CBIക്ക് അന്വേഷിക്കാൻ പറ്റിയ ഒരു കേസിന്റെ, അത്യപൂർവമായ കേസിന്റെ ഗണത്തിൽ ഈ കേസ് ഉൾപ്പെടുത്താം. 2, if it does not instill confidence in the mind of credibility of the investigation. ഈ അന്വേഷണത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് പറ്റിയ അതീവ ഗുരുതരമായ വീഴ്ച, ക്രമക്കേട്. നമ്മൾ ഉദാഹരണമായിട്ട് ഈ അന്വേഷണം വെറും ഒരു ആത്മഹത്യാ കേസിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ഇതുമായി ബന്ധപ്പെട്ടതാണ് പെട്രോൾ പമ്പ്, ഇതുമായി ബന്ധപ്പെട്ടതാണ് പ്രശാന്തിന്റെ വരവിൽ കവിഞ്ഞ സ്രോതസ്, സമ്പത്തിന്റെ സ്രോതസ്. അദ്ദേഹം ഒരു പബ്ലിക് സർവൻ്റാണ്, സർക്കാർ ഉദ്യോഗസ്ഥനാണ്. നമ്മുടെ നാട്ടിലൊരു വില്ലേജ് ഓഫീസറോ അല്ലെങ്കിൽ ഒരു പ്യൂണ്, ഒരു സാധാരണ പ്യൂണ് ഒരു പെട്രോൾ പമ്പ് തുടങ്ങുമ്പോൾ വിജിലൻസ് അയാളെ പിന്നാലെ പോയി പിടിക്കും. പിന്നെ മറ്റൊരു കാര്യം കൂടി, ഇതിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ ദിവ്യക്ക് ഈ പ്രശാന്തിന്റെ കാര്യത്തിൽ ഇത്ര വലിയ താല്പര്യം എന്താണ്? അപ്പൊ പ്രശാന്തൻ ഒരു പെട്രോൾ പമ്പ് തുടങ്ങുന്നുണ്ടെങ്കിൽ അത് വരവിൽ കവിഞ്ഞ നിയമവിരുദ്ധമായ മാർഗത്തിൽ കൂടി ആർജിച്ച പണം കൊണ്ട് തുടങ്ങുന്ന ഒരു പെട്രോൾ പമ്പാണ്. അങ്ങനെയാണെങ്കിൽ അത് പ്രൊസീഡ്സ് ഓഫ് ക്രൈമാണ്. കള്ളപ്പണം വെളുപ്പിക്കൽ നിയമത്തിന്റെ പരിധിയിൽ വരുന്ന പ്രൊസീഡ്സ്, കുറ്റകൃത്യം ചെയ്തുണ്ടാക്കിയ സ്വത്താണ്. കുറ്റകൃത്യം വഴി സമ്പാദിച്ച വസ്തു അത് കൈവശം വെക്കാനും ഉപയോഗിക്കാനും ആരെങ്കിലും അറിഞ്ഞുകൊണ്ട് സഹായിച്ചിട്ടുണ്ടെങ്കിൽ അവര് PMLA കേസിൽ പ്രതിയാണ്. അപ്പൊ ദിവ്യക്കെതിരെയുള്ള അന്വേഷണം വെറും ഒരു ആത്മഹത്യാ പ്രേരണ കുറ്റത്തിൽ മാത്രമല്ല, അദ്ദേഹം പ്രശാന്തിനെതിരെ വരാൻ സാധ്യതയുള്ള PMLA കേസിലേക്കുള്ള അന്വേഷണത്തിന്റെ പരിധിയിലേക്കും വരും. അപ്പം കണ്ണൂരിലെ മുൻ മേയർ മിസ്റ്റർ മോഹനൻ അഡ്വക്കേറ്റ്, അദ്ദേഹം വിജിലൻസിനൊരു പരാതി കൊടുത്തു. ഞാൻ ആ പരാതി കണ്ടതാണ്. ആ പരാതിയിൽ സവിസ്തരമായി ഈ പ്രശാന്തന്റെ വരവിൽ കവിഞ്ഞ സമ്പത്തിന്റെ സ്രോതസ്സിനെ കുറിച്ച് അന്വേഷിക്കണം. പിന്നെ ബ്രൈബ് ഗിവിംഗ് ഒരു ഒഫൻസാണ്. കൈക്കൂലി കൊടുക്കുന്നത് സെക്ഷൻ 8 പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് പ്രകാരം ഒരു ഒഫൻസാണ്. 2018 കേന്ദ്രത്തിലെ മോഡി ഗവൺമെന്റ് അതിലൊരു ഭേദഗതി കൊണ്ടുവന്നു. നിർബന്ധാവസ്ഥയിൽ കൈക്കൂലി കൊടുത്താൽ അത് ഒഫൻസ് അല്ല. അപ്പൊ നിർബന്ധാവസ്ഥയിൽ കൈക്കൂലി കൊടുത്താൽ 7 ദിവസത്തിനുള്ളിൽ പോലീസിനെയോ അതായത് നിയമ ലോ എൻഫോഴ്സിംഗ് ഏജൻസി, നിയമപരിപാലകരെയോ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെയോ അറിയിക്കണം. ഇവിടെ അങ്ങനെ നിയമപരിപാലകർ അറിയിച്ചിട്ടില്ല. മുഖ്യമന്ത്രി നിയമപരിപാലകരുടെ പരിധിയിൽ വരില്ല. അത് അറിയിച്ചത് തന്നെ ആ കത്തും ഒരാൾ പറയുകയാണ് എനിക്ക് 2 ഒപ്പുണ്ട്. അപ്പൊ ഏതാണ് വാലിഡ് ഒപ്പ്, ഏതാണ് ഇൻവാലിഡ് ഒപ്പ്? ഇതെല്ലാം കേരളത്തിന്റെ പൊതുസമൂഹത്തെ കോപ്പിരിയാട്ടി കൊള്ളുന്നതല്ലേ. അപ്പൊ കണ്ണൂരിലെ മുൻ മേയർ മോഹനൻ കൊടുത്ത പരാതിയെ ഇന്ന് വരെ ഒരു ചലനവും ഉണ്ടായിട്ടില്ല. ഈ കേസിൽ തന്നെ പ്രശാന്തിന് ഒരു പങ്കുണ്ട്. അതുപോലെ തന്നെ ആ ചാനലിന്റെ പ്രതിനിധി അദ്ദേഹമാണല്ലോ ഇതിന്റെ വീഡിയോ ലോകം മുഴുവനും പ്രചരിപ്പിച്ചത്. അവിടെ വേറെ ഒരു വീഡിയോഗ്രാഫറും ഇല്ല, ഒരു ചാനൽ പ്രതിനിധിയില്ല, ഒരു മീഡിയക്കാരും ഇല്ല. ഇറ്റ് വാസ് ടോട്ടലി എ പ്രൈവറ്റ് ഫംഗ്ഷൻ. അപ്പൊ അദ്ദേഹത്തിന്റെ റോൾ എന്താണ്? ഡിഡ് യു ഇൻവെസ്റ്റിഗേറ്റ്? അപ്പൊ കുടുംബം ആകെപ്പാടെ അങ്കലാപ്പിലായി. പിന്നെ കുടുംബത്തിന് വന്നൊരു ആശങ്ക, ഒരാൾ ആത്മഹത്യ ചെയ്യുമ്പോൾ വീട്ടിലെ മുറികളെല്ലാം തുറന്നിടുവോ? ഒരിക്കലും തുറന്നിടൂല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അവിടെ ആദ്യം എത്തിയ ഒരു ഉദ്യോഗസ്ഥനാണ് ഇപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ കേരള പോലീസ് ആക്ട് 2011 അമെൻഡ് ചെയ്ത കേരള പോലീസ് ആക്ട് 21(1)D വകുപ്പ് പ്രകാരമാണ് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് സർക്കാരാണ്. ഇവിടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എന്ന് പറഞ്ഞ് നമ്മുടെ ഹേമ കമ്മിറ്റി ഉണ്ടാക്കിയ മാതിരി ഒരു
IG ആണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു പോലീസ് IG-ക്ക് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ അധികാരം നൽകുന്ന വകുപ്പ് ഏതാണ്, നിയമം എന്താണ്? മാത്രമല്ല, എൻ്റെ ഒരു ബന്ധു, സ്വന്തം ഭർത്താവ് അല്ലെ സ്വന്തം അച്ഛൻ്റെ മരണം നടന്നിട്ട് പോസ്റ്റ്മോർട്ടം കുടുംബക്കാർ വരുന്നതിന് മുമ്പ് ധൃതിപ്പെട്ട് നടത്തിയ ഒരു അൺഹോളി ഹേസ്റ്റ്. മാത്രമല്ല, അതും പെരിയാരം മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ ഈ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭർത്താവ് അവിടെ ഒരു ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരനാണെങ്കിൽ പോലും അവിടുത്തെ ഭരണം അദ്ദേഹത്തിന്റെ വിരൽ തുമ്പിലാണ്. അപ്പൊ പോസ്റ്റ്മോർട്ടം എന്ന് പറയുന്നത് ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന് തെളിയിക്കുന്ന ഏറ്റവും പരമപ്രധാനമായ ഒരു തെളിവാണ്. കാരണം കഴുത്തിൽ കയറിട്ട് മുറുക്കി കൊന്നാൽ സ്റ്റാങ്കുലേഷൻ ആണെങ്കിൽ അത് കൊലപാതകമാണ്. അല്ല, ആത്മഹത്യയാണെങ്കിൽ ഇവിടെ മാത്രമേ പരിക്ക് വരുള്ളൂ, പിൻഭാഗം പരിക്ക് വരില്ല. അപ്പൊ ബോഡിയുടെ പിൻഭാഗം പരിക്കുണ്ടെങ്കിൽ അത് ആത്മഹത്യയല്ല, കയറ് കഴുത്തിനിട്ട് മുറുകി കൊന്നതാണ്. അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ തെളിയേണ്ട കേസ് അന്വേഷണത്തിന്റെ ആരംഭത്തിൽ തന്നെ അതവിടെ അട്ടിമറിച്ചു. അപ്പൊ കേസന്വേഷണം അട്ടിമറിക്കാൻ പോലീസിന്റെ ഭാഗത്തു നിന്നും പിന്നെ ആ ദിവസം ആ വീട് തുറന്നിട്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ വീട്ടിലെ വാതിലുകളിലുള്ള ഫിംഗർ പ്രിന്റ്സ് ഈ കേസിലെ ഏറ്റവും പരമപ്രധാനമായ ഒരു തെളിവാണ്. അവിടുത്തെ ഫിംഗർ പ്രിന്റ് പരിശോധിച്ചു നിങ്ങളതോ എന്റേതോ ആണ് എങ്കിൽ നമ്മളെ പോലീസ് ചോദ്യം ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള തെളിവ് നശിപ്പിക്കേണ്ട കർമ്മം, പ്രക്രിയ കേസിന്റെ ആരംഭത്തിൽ തന്നെ, ഭ്രൂണാവസ്ഥയിൽ തന്നെ കേരള പോലീസ് നടത്തി. അപ്പോഴാണ് കുടുംബത്തിന് അന്വേഷണത്തിൽ വിശ്വാസമില്ലാണ്ടായി. അപ്പൊ ഒന്ന്, അസാധാരണമായ ഒരു ക്രൈം; രണ്ട്, ഈ നടത്തുന്ന അന്വേഷണത്തിൽ യാതൊരു വിശ്വാസമില്ലാതെ പോയി വിക്ടിംസിന്; മൂന്ന്, നമ്മുടെ ഭരണഘടനയുടെ 75-ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ജീവിക്കാനുള്ള റൈറ്റ് ഒരു ഇന്ത്യക്കാരനും വിദേശിക്ക് പോലും ഇന്ത്യൻ മണ്ണിൽ ജീവിക്കാനുള്ള ഭരണഘടനാപരമായ ഒരു അവകാശമാണ്. അപ്പൊ അത് സംബന്ധിക്കുന്ന നമ്മുടെ ജീവിക്കാനുള്ള അവകാശത്തെ ലംഘിക്കപ്പെടുന്ന ഒരു ക്രൈം, ഒരു കച്ചവടത്തിലെ ചീറ്റിംഗ് കേസല്ല, തട്ടിപ്പ് കേസല്ല, പണം തട്ടിപ്പറിച്ചതല്ല, ഇത് റൈറ്റ് ടു ലീവിനെ ബാധിക്കുന്നൊരു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് 2010 പശ്ചിമ ബംഗാൾ ഗവൺമെന്റ് കൊടുത്ത ഒരു അപ്പീലിൽ പറഞ്ഞ വിധിയാണ് ഇന്ന് ഇന്ത്യയിലെ എല്ലാ കോടതികളിലും CBI അന്വേഷണം ഏത് കേസിന് വേണം വേണ്ട എന്ന് തീരുമാനിക്കുന്ന പരമപ്രധാനമായ നിയമം. ഇനി കഴിഞ്ഞ ദിവസം MP ഗോവിന്ദൻ പറഞ്ഞു CBI കൂട്ടിലിടിച്ച തത്തയാണ്.